ഒരു ക്രിസ്ത്യാനി ആകുക എന്നതിനർത്ഥം ക്ഷമിക്കാനാകാത്തത് ക്ഷമിക്കുക എന്നതാണ്. കാരണം നമ്മിലെ ക്ഷമിക്കാനാകാത്തത് ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമയാണ് സ്നേഹത്തിൻ്റെ അവസാന രൂപം. വിദ്വേഷം നിലനിർത്തുന്നത് നിങ്ങളെ ശക്തരാക്കുന്നില്ല, അത് നിങ്ങളെ കൈപ്പുള്ളവരാക്കുന്നു. ക്ഷമിക്കുന്നത് നിങ്ങളെ ദുർബലരാക്കുന്നില്ല, അത് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ക്ഷമ എന്നത് വായ് കൊണ്ട് പറയുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. പലരും ക്ഷമിക്കുമെന്ന് പറയുന്നു, പക്ഷേ അവർ ഒരിക്കലും ക്ഷമിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന കയ്പുണ്ട്. ദൈവം നമ്മോട് യഥാർത്ഥമായി ക്ഷമിച്ചിട്ടില്ലെങ്കിൽ സങ്കല്പിക്കുക, നമ്മൾ എവിടെയായിരിക്കും? നരകത്തിൽ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നത് ദൈവം ആദ്യം നമ്മോട് ക്ഷമിച്ചതുകൊണ്ടാണ്. ക്ഷമ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഇത് ദൈവപ്രവൃത്തിയുടെ ഭൗമിക പ്രതിഫലനമാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശിൽ ദൈവം തന്റെ സ്നേഹം പകർന്നു. നാം ക്ഷമിക്കാൻ കാരണം യേശുവാണ്. പകയിൽ പിടിച്ചു നിൽക്കാൻ നാം ആഗ്രഹിക്കാത്തതിന് കാരണം യേശുവാണ്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ക്ഷമ ഭൂതകാലത്തെ മാറ്റില്ല, പക്ഷെ അത് ഭാവിയെ വിശാലമാക്കുന്നു. ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര വേഗത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്.